ഞാനാരെ പേടിക്കും. ശത്രുവിനെ അവൻ തുരത്തിടും, മിത്രമായെന്നും കൂടെ നിൽക്കും. ശത്രുവിനെ അവൻ തുരത്തിടും, മിത്രമായെന്നും കൂടെ നിൽക്കും. കണ്ണുനീർ തുടയ്ക്കും, പാറമേലുയർത്തും, തുണയായെന്നും ജയം നൽകും. കണ്ണുനീർ തുടയ്ക്കും, പാറമേലുയർത്തും, തുണയായെന്നും ജയം നൽകും. യഹോവ എന്റെ വെളിച്ചമല്ലോ, അവൻ രക്ഷയുമേ. യഹോവ എന്റെ ജീവബലം, ഞാനാരെ പേടിക്കും. കുട്ടിക്കാലം മുതൽ നമ്മുടെ കുട്ടിപ്പന്തലിൽ വന്ന് ഈ കുട്ടികളുടെ യോഗത്തിൽ സംബന്ധിച്ചത് മുതൽ മാരാമൻ കൃഷ്ണൻ ഒരു സേവ്യാസംഘത്തിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിപ്പാനിടയായതുകൊണ്ട് അതിൻ്റെ സ്റ്റേജിലൊക്കെ കയറി 3 വർഷക്കാലം സേവ്യാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വെച്ച് പറയുവാനും അതുപോലെ മാരാമൻ കൺവെൻഷൻ്റെ കൊയറിൽ നീണ്ട വർഷം പ്രവർത്തിപ്പാനും എനിക്ക് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഇത് ഏറ്റവും നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ പ്രദേശത്തിന്, മറ്റുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനം, ആത്മീയ അന്തരീക്ഷത്തെ ഉളവാക്കുന്നതായിട്ടുള്ള ഒരു കൺവെൻഷനാണിത്. ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അത് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെയധികം വളർച്ച കൊണ്ടുവാനിടയായി തീർന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഈ മാരാമൻ കൺവെൻഷൻ കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ. ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. തിരുവചന ധ്യാനത്തിന് ആധാരമായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. മോശെ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു, മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമ്മോര്യർ, ഫെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക,
നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ദൈവം ഇപ്പോൾ പഴയതുപോലെ സംസാരിക്കുന്നില്ല എന്ന പരാതിയുമായി ജീവിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു കഥ കേട്ടത് ഇപ്രകാരമാണ്. ദൈവമേ, മോശയോട് കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നീ സംസാരിച്ചതുപോലെ എന്നോട് സംസാരിക്കുക, ഞാൻ നിന്നെ അനുഗമിക്കാം. ദൈവമേ, എരിഹോവിലെ മതിൽ തകർത്ത് യോശുവയോട് ഉത്തരമരുളിയതുപോലെ എനിക്ക് ഉത്തരമരുളുക, ഞാൻ നിനക്ക് വേണ്ടി പോരാടാം. ദൈവമേ, ഗലീല കടലിലെ കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കിയതുപോലെ ഇന്ന് ചെയ്യുക, ഞാൻ നിന്നെ ശ്രവിക്കാം. ഇത്രയും പറഞ്ഞ് അയാളൊരു മുൾപ്പടർപ്പിൻ്റെ സമീപത്ത് ചെന്നിരുന്നു. കത്തുന്ന മുൾപ്പടർപ്പിലൂടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാനായി. പിന്നെ അയാൾ ഒരു മതിലിൻ്റെ അടുത്ത് ചെന്ന് മതിലിടിക്കുന്നതിലൂടെ ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ സ്വരത്തിനായി കാത്തിരുന്നു. പിന്നീട് അയാൾ ഒരു കടലിൻ്റെ തീരത്ത് ചെന്ന് തിരമാലകളെ നോക്കിയിരുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ദൈവ സ്വരം കേൾക്കാനായി. അയാൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ അയാളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം ഉത്തരമരുളുകയും ചെയ്തു. ദൈവം അഗ്നിയെ അയച്ചത് മുൾപ്പടർപ്പ് കത്തിക്കുവാനായിരുന്നില്ല, സഭയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ആയിട്ടായിരുന്നു. ദൈവം മതിലുകൾ തകർത്തു. പക്ഷേ അത് അവനിരുന്ന സ്ഥലത്തിന് സമീപയുള്ള മതിലല്ലായിരുന്നു, മറിച്ച് പാപത്തിൻ്റെ വൻ മതിലുകളെ ആയിരുന്നു. ദൈവം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. എന്നാൽ അത് അയാൾ നോക്കിക്കൊണ്ടിരുന്ന കടലിലെ കാറ്റും കോളും ആയിരുന്നില്ല, മറിച്ച് മനുഷ്യ മനസ്സിനെ മതിക്കുന്ന സംഘർഷങ്ങൾ ആയിരുന്നു. ഇതൊന്നും അയാൾക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, ദൈവമേ, മുൾപ്പടർപ്പ് കത്തിക്കുവാനും മതിലുകൾ തകർക്കുവാനും കാറ്റിനെയും കടലിനെയും ശാസിക്കുവാനുമുള്ള നിന്റെ പഴയ ശക്തിയൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയോ? ദൈവം ഒരു ചോദ്യം അയാളോട് ചോദിക്കുകയാണ്. മകനെ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കുവാനുള്ള നിന്റെ കേൾവി ശക്തി നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? 119ാമത് കൺവെൻഷൻ്റെ ഈ ബുധനാഴ്ച സന്ധ്യയിൽ ദൈവശബ്ദം കേൾക്കാനുള്ള കേൾവി നമ്മളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ വീണ്ടെടുക്കുവാനുള്ള സുന്ദരമായ ഒരവസരമാണ്. ഊമനും ചെകിടനുമായ ഒരുവനെ ആൾക്കൂട്ടം കർത്താവിൻ്റെ അരികെ കൊണ്ടുവന്നു. നീ അവൻ്റെ മേൽ കൈവെക്കണമേ എന്നപേക്ഷിച്ചു. എന്നാൽ യേശു ആകട്ടെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഈ മനുഷ്യനെ വേറിട്ട് കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു, നിലത്ത് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. നെടുവീർപ്പിട്ട് അവൻ പറഞ്ഞു, തുറന്നു വരിക, എഫദ. തുറവിക്ക് വേണ്ടി സൃഷ്ടിതാവായുള്ള ദൈവം സൃഷ്ടിയോട് ആജ്ഞാപിക്കുകയാണ്. ഇന്ന് തുറവി ആവശ്യമായിരിക്കുന്നത് നാം വ്യക്തികൾക്ക് മാത്രമല്ല, സഭയ്ക്കും പൊതുസമൂഹത്തിനും ഈ തുറവി ആവശ്യമാണ്. ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്നെനിക്ക് തോന്നുന്നത്, മുൻപെന്നത്തേക്കാളും അധികം സങ്കുചിതത്വവും ഇടുക്കവും കാണിക്കുന്ന ഒരു ജനസമൂഹം.
അതുകൊണ്ട് നിശ്ചയമായും ഒരു തുറവിക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. നാം ഇന്ന് വായിച്ച പാഠഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. മോശ കത്തുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതാണ്. ദൈവശബ്ദം കേൾക്കുന്നതിന്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദർശിക്കുന്നതിന്, അവയോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിന് തുടിക്കുന്ന ഒരു ഹൃദയം തരണമേ. ഇന്ന് രാത്രി നമുക്ക് ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിക്കണം. ആരാണ് മോശ? ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. 400-ൽ പരം വർഷങ്ങളായി ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായി പാർത്തു വരികയാണ്. അപ്പത്തിൻ്റെ നാട്ടിൽ നിന്ന് സുഭിക്ഷത കാംക്ഷിച്ച് പുറപ്പെട്ട് പോയതാണ്. അങ്ങനെ അടിമനുഖത്തിൽ അമർന്ന് കഠിനമായ പീഡകൾക്ക് വിധേയരായി കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ മോശയെ ഉൾപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഭയപ്പെടുന്നതിനെ അതിജീവിപ്പാനും എവിടെ നിന്ന് ഒളിച്ചോടിയോ അവിടേക്ക് മടങ്ങിപ്പോകുവാനും ദൈവം തമ്പുരാൻ വിളിക്കുകയാണ്. മോശേ, ഒളിച്ചോട്ടത്തിൽ നിന്നും നിന്നെ ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാൻ പോകുന്നു. ഇതാണ് ഈ സംഭവം നമ്മളോട് വിളിച്ചു പറയുന്നത് എന്ന് ഞാൻ പറയട്ടെ. ഒളിച്ചോട്ടത്തിൽ നിന്നും ഉത്തരവാദിത്വത്തിലേക്ക് മോശയെ പ്രവേശിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഈ അഗ്നിയുടെ നടുവിലുള്ള ഈ വിളിയും പറച്ചിലും എന്ന് നിങ്ങൾ മനസ്സിലാക്കണമേ. ഭയപ്പെടുന്നതിനെ അതിജീവിപ്പാനും എവിടെ നിന്ന് ഒളിച്ചോടിയോ അവിടേക്ക് മടങ്ങിപ്പോകുവാനും വിളിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണമേ. സന്ധ്യാസമയം ഒരു കുഞ്ഞ് മുറ്റത്തിറങ്ങി ഏതോ ആവശ്യത്തിന്, അയ്യോ പാമ്പേ, അത് വിളിച്ചുകൂവി വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. സമചിത്തതയോടെ അതിൻ്റെ പിതാവ് ഒരു ടോർച്ചുമായി കുഞ്ഞിനെ കൈക്ക് പിടിച്ച് ഇറക്കി ഈ വട്ടം അടിച്ച് അതിനെ സഹായത്തോടെ നോക്കി. ഒരു തുണ്ട് കയറ് കഷ്ണം അവിടെ കിടക്കുകയാണ്. കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ, ഇതൊരു കയറ് തുണ്ടാണ്, നീ ഇത് കണ്ടിട്ടാണ് പേടിച്ചതല്ലേ? കുഞ്ഞ് ആർത്തട്ടഹസിച്ച് കാണുമെന്നാണ് എൻ്റെ വിചാരം. എന്നാൽ ഇവിടെ സമചിത്തതയോടുകൂടെ ആ പിതാവ് ചെയ്തത് ഈ ഭയത്തെ തികഞ്ഞ സ്നേഹം കൊണ്ട് പുറത്താക്കുകയാണ്. ഫറവോനെ ഭയന്നോടിയ മോശയെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. മിദ്യാനിലേക്ക് ഓടിപ്പോയ ഫറവോനെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ് ഈ തിരുവചനം മുഴുവൻ എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണമേ. ചുറ്റുപാടുകളുടെ പ്രശ്നങ്ങൾ കണ്ടിട്ടും അസഹിഷ്ണുതയുള്ള മനസ്സുണ്ടാകാത്തതാണ് ഇന്നത്തെ വലിയ ശാപം. അസഹിഷ്ണുതയുള്ള മനസ്സുണ്ടാകാത്തത്. ചുറ്റുപാടുകളെ കണ്ണു തുറന്ന് നോക്കിയാൽ കിടന്നുറങ്ങാൻ പറ്റുമോ? നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ എത്രയോ കുടുംബങ്ങളാണ് തകരുന്നത്. ചെറു കുടുംബങ്ങൾ വിവാഹം കഴിച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ വിവാഹമോചനത്തിന് വേണ്ടി അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഭവന പ്രാർത്ഥനകൾ അന്യം നിന്ന് പോയി. ആർക്കും ദുഃഖം തോന്നുന്നില്ലേ? ഞങ്ങൾ ഉൾപ്പെടെ. കൺവെൻഷൻ പന്തലുകളിൽ വന്നിരുന്ന് നാം കേൾക്കുന്നതല്ലാതെ ദിനംതോറും ദൈവവചന ധ്യാനത്തിനായി നാം സമയമെടുക്കുന്നുണ്ടോ? നമ്മുടെ മക്കളെ ദൈവ ഭക്തിയിൽ വളർത്തുന്നതിന് സാധിക്കുന്നുണ്ടോ? ഈ പുതിയ സംവിധാനത്തിന്റെ അടിമകളാക്കുവാൻ വേണ്ടി അവരെ അത്യന്താധുനിക മക്കളായി വളർത്തുന്നു എന്നുള്ളതൊഴിച്ചാൽ ദൈവത്തിനു വേണ്ടി ഈ മക്കളെ വളർത്തുന്നുണ്ടോ? ഗൗരവമായുള്ള ചോദ്യങ്ങൾ നാം ചോദിക്കണം. മാലിന്യം കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യമൊക്കെ എത്തി നിൽക്കുകയാണ്. ഗൗരവമേറിയ ചില പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് എന്ന് കണ്ടിട്ടും കാണാത്തവരെ പോലെ, അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. നമുക്ക് ചെയ്യാവുന്ന ഒരു പിടി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും ചെയ്യാതെ എല്ലാം മറ്റാരെങ്കിലും ചെയ്തു കൊള്ളട്ടെ, ഗവൺമെന്റ് ചെയ്തു കൊള്ളട്ടെ, പഞ്ചായത്ത് ചെയ്തു കൊള്ളട്ടെ എന്നാണ് വിചാരിച്ചിരിക്കുന്നെങ്കിൽ കാര്യങ്ങൾ വളരെയധികം കൈവിട്ടു പോകും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം.
ഇവിടെ ഇതാ ഭയവും ആശങ്കയും നിറഞ്ഞ രംഗങ്ങളിൽ ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവവചനത്തിൻ്റെ വലിയ ശക്തീകരണമല്ലേ. ഇവിടെ ഇതാ മോശ ഈ മുൾപ്പടർപ്പിൽ വെന്തുപോകാത്ത ഈ അഗ്നിയുടെ നടുവിൽ പ്രത്യക്ഷനായി മോശയെ പേർ ചൊല്ലി വിളിച്ച് ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നതായുള്ള സമയത്ത് മോശ കാര്യങ്ങൾ കുറേം കൂടെ തിട്ടപ്പെടുത്തുകയാണ്. നീ ആരാണെന്ന് ചോദിക്കുകയാണ്. നിന്നെ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെയും പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. നിരന്തരം നിരന്തരം നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരോട് കൂട്ടുചേരുവാൻ തക്കവണ്ണം നീതിയുടെ തമ്പുരാൻ നമ്മളോട് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഈ ആധുനിക കാലഘട്ടത്തിന് ആവശ്യം എന്നാണ് എൻ്റെ വിചാരം. താൻ ഏറ്റെടുക്കേണ്ട ചുമതലയെക്കുറിച്ച് മോശയ്ക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്റർ സന്ദർശിക്കുന്നതിനായി ഒരു നാൾ പോയി. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന അമേരിക്കയുടെ പദ്ധതി നോക്കിക്കാണുന്നതിനും വിലയിരുത്തുന്നതിനുമായി ചെന്നതാണ്. അവിടെ ഒരു വാതിൽ കാത്തുകൊണ്ടൊരു സ്ത്രീ നിൽക്കുന്നു. അവളോട് ജോൺ എഫ് കെന്നഡി ചോദിക്കുകയാണ്, താങ്കൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ? അവൾ പറയുകയാണ്, ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുന്നതിന് ഞാൻ അമേരിക്കയെ സഹായിക്കുകയാണ്. ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുന്നതിന് ഞാൻ അമേരിക്കയെ സഹായിക്കുകയാണ്. ഒരു വാതിൽ കാവൽക്കാരി പറയുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി മാത്രമല്ല, ഫ്ലോറിഡയിലെ സ്പേസ് സെന്ററിലെ ഉന്നതരായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല, ഈ വാതിൽ കാവൽക്കാരി തിരിച്ചറിഞ്ഞു, ഞാൻ അമേരിക്കയുടെ യശസ് ഉയർത്തേണ്ടതിനായി ആദ്യമായി ഒരു മനുഷ്യനെ ചന്ദ്രനിലിറക്കുന്ന വലിയ പ്രക്രിയയിൽ പങ്കുകാരായിരിക്കുന്നു. മോശയ്ക്ക് ഇത് നന്നേ മനസ്സിലായിട്ടുണ്ട്. എന്താണ് മോശ മനസ്സിലാക്കിയത്? ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഞാൻ പങ്കാളിത്തം വഹിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ രക്ഷാകര പദ്ധതിയിലെ ഒരു കണ്ണിയായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ശരിയായി മനസ്സിലാക്കി മോശ അവിടുന്ന് അങ്ങോട്ട് പ്രയാണം ആരംഭിക്കുകയാണ്. വാത്സല്യമുള്ളവരെ, എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ഈ ചോദ്യം ഈ ജോൺ എഫ് കെന്നഡി ഈ വാതിൽ കാവൽക്കാരിയോട് ചോദിച്ചതുപോലെ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. ഹോംവർക്ക് ചെയ്യാൻ കുട്ടിയെ സഹായിക്കുന്ന മാതാവിനോട് ചോദിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഉടൻ ഉത്തരം കിട്ടും, എനിക്കവനെ ഒരു ഡോക്ടറാക്കണം, അല്ല എനിക്കവനെ ഒരു എഞ്ചിനീയർ ആക്കണം. നല്ലത് തന്നെ. എന്നാൽ പറയുമോ, നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ പരിപാലന ശുശ്രൂഷയിൽ ഞാൻ പങ്കാളിയാകുകയാണ്, എൻ്റെ ഈ മകനെ ഒരു ഡോക്ടറാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചെങ്കിൽ അതെൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈ രാജ്യത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഈ ജോൺ എഫ് കെന്നഡി ചോദിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്നു, നീ എന്തിന് നിന്റെ മകനെ ഒരു ഡോക്ടറാക്കുന്നു? പറയാൻ കഴിയണം, എൻ്റെ രാജ്യത്തിന്നും ആരോഗ്യ പരിപാലനം വേണ്ടും വണ്ണമില്ല. പണമുള്ളവനെ ആരോഗ്യമുള്ളൂ, പണമില്ലാത്തവൻ മരിക്കുന്നതാണ് നല്ലത്. ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, മെഡിക്കൽ എത്തിക്സിന് ചേർന്നതല്ല. തിരുമേനി, ഞാൻ പരിശോധിച്ച് പാവപ്പെട്ട മനുഷ്യൻ, ഗൗരവമേറിയ രോഗമാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോടത് വെളിപ്പെടുത്തത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേൾക്കുന്ന മാത്രയിൽ അദ്ദേഹം മരിച്ചു പോകാം. എങ്ങനെ പണമുണ്ടാക്കും? അല്ല, ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അദ്ദേഹം ഒരു അനാഥനുമായി തീരുമല്ലോ. അതിനേക്കാൾ ഭേദം പറയാതിരിക്കുന്നല്ലേ. ഞാൻ പറഞ്ഞു, അത് മെഡിക്കൽ എത്തിക്സിന് ചേർന്നതല്ലല്ലോ. ഒരു വിധത്തിൽ അദ്ദേഹം നല്ല കാര്യം ചെയ്യുകയാണ്. ഇന്ന് പണമില്ലാത്തവൻ പിണമാണ്. അവനൊരു രോഗം വന്നാൽ അവൻ മരിക്കുകയല്ലാതെ തരമില്ല കേട്ടോ. എന്നാൽ ഇവിടെ ഡോക്ടർമാരെ കൊണ്ട് നിന്നു തിരിയാനായി ഇടമില്ല. എന്താ അവരൊക്കെ ചെയ്യുന്നത്? ഇന്ന് വലിയ ഹെൽത്ത് ടൂറിസം നടക്കുന്ന ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമിൽ ആർക്കാണ് താല്പര്യം? നമുക്ക് താല്പര്യമുണ്ടോ? നിശ്ചയമായും ചോദിക്കുകയാണ്, നീ എന്തേ ചെയ്യുന്നു?
ഒരു കൃഷിക്കാരനോട് ചോദിക്കുക, അയാൾ പറയുമോ ഞാൻ രാജ്യത്തിന്റെ പട്ടിണി അകറ്റാൻ ശ്രമിക്കുകയാണ് എന്ന്? ഞാൻ രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാനായി ശ്രമിക്കുകയാണെന്ന് പറയുമോ? അതോ ലാഭം കൊയ്യുന്നതിന് വേണ്ടി പൂഴ്ത്തിവെച്ച് പണമുണ്ടാക്കാനായുള്ള ശ്രമത്തിനാണോ? നാം എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഗൗരവമായി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോട് ഞാൻ ഒരു വിരൽ ചൂണ്ടി ചോദിക്കുമ്പോൾ ഞാൻ എളിമപ്പെട്ട് പറയട്ടെ, 3 വിരൽ എൻ്റെ നേരെ ചൂണ്ടുന്നുണ്ട് എന്ന് ഞാൻ അറിയാതെയല്ല പറയുന്നത്. എന്നാൽ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചേ പറ്റൂ. ഇന്ന് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമുക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കുമോ, ഞാൻ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ്? മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ഉദ്ഘാടന സമ്മേളനത്തിലും ഇന്നത്തെ സമ്മേളനത്തിലും എല്ലാം പറഞ്ഞു, രാജ്യത്തിന്റെ ക്ഷേമമാണ് ദൗത്യമെന്ന് പറഞ്ഞു. എവിടെ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ? നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമ പ്രവർത്തനത്തിന്റെ നമ്മുടെ ഒരു ദൃശ്യ ആവിഷ്കാരമാണല്ലോ ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനവും സന്തോഷവും. എങ്ങനെയുണ്ട് അതിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത? നമ്മുടെ ചെറുതും വലുതുമായുള്ള ശുശ്രൂഷകൾ അതിലേക്കാണോ നീങ്ങുന്നത് എന്ന് നാം ഗൗരവമായി ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ ചോദ്യത്തിന് നാം ഉത്തരം പറയണം. കത്തുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി മോശയെ വിളിച്ച് ചുമതല ഏൽപ്പിക്കുന്ന അതേ ദൈവം നമ്മയും പേർ ചൊല്ലി വിളിക്കുകയാണ്. ദൈവം ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ സന്നദ്ധമാണോ? അത് ചെറുതായിക്കൊള്ളട്ടെ, അത് വലുതായിക്കൊള്ളട്ടെ, അത് ഏറ്റെടുക്കുവാൻ സന്നദ്ധമാണോ? നാം എല്ലാവരും ഈ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഞാനൊരിക്കൽ ബോസ്റ്റൺ സിംഫണി കേൾക്കുന്നതിനായി അവിടെ പോയി. നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ സുബിൻ മേത്ത ആ വലിയ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുകയാണ്. ധാരാളം ഇൻസ്ട്രുമെന്റ്സ് നിരന്നു നിന്ന് പ്ലേ ചെയ്യുകയാണ്. എല്ലാം കഴിഞ്ഞ് സുന്ദരമായി ഈ കൺസേർട്ട് വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ ഒരു ഇന്ത്യക്കാരൻ സ്റ്റുഡൻ്റ് ആണല്ലോ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ മനോഹരമായിരുന്നു. എന്നാൽ എനിക്ക് ഒരു സംശയം മാത്രമുണ്ട്. ഈ 100 കണക്കിന് ഉപകരണങ്ങൾ, ചെറുതും വലുതുമായ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുവൻ ഒരിടത്തിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ ഒരു ചെറിയ മണിയുണ്ട്, ഒരു ചെറിയ ലോകദണ്ഡുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം അവനിതൊന്ന് കളത്തി ഈ ലോകദണ്ഡ് കൊണ്ട് ഒരു കിണിന്നൊന്ന് അടിക്കും. പിന്നെ അവൻ മിണ്ടാതിരിക്കും. കുറെ കഴിയുമ്പോൾ അവൻ ആവർത്തിക്കും. അവനിങ്ങനെ കിണി അടിച്ചുകൊണ്ട് എന്ത് സാധിക്കാനാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൻ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ റിതമൊക്കെ അവൻ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ആ ഒരു ചെറിയ കിണിയടി ഉണ്ടല്ലോ, ഈ സുബിൻ മേത്തയുടെ ഓർക്കസ്ട്ര ഭംഗിയാകുന്നതിന് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അദ്ദേഹം എന്നെ ഒരു തത്വം പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, നാം ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നാം എല്ലാവരും ഒരേ ദിശയിലേക്ക്, ഒരേ ലക്ഷ്യത്തിലേക്ക് അനുമനാഥനോടുകൂടെ ഈ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിലാണ്. ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ദൈവമാണെന്ന് ഓർക്കണമേ. ഒളിച്ചോട്ടത്തിൽ നിന്ന് ഉത്തരവാദിത്വത്തിലേക്ക് വിളിച്ച് അവ ഭരമേൽപ്പിക്കുന്നതായുള്ള ദൈവം തമ്പുരാൻ. ഇന്ന് രാത്രി നാം എവിടെ നിന്നെങ്കിലും ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാരെ നല്ല കുടുംബജീവിതം നയിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോയിട്ടുണ്ട് എന്ന് വരികിൽ, സഹോദരി സഹോദരന്മാരെ നല്ല സൗഹാർദ്ദം പുലർത്തുവാനായി നിങ്ങൾ വിളിക്കപ്പെട്ടവരെ അതിൽ നിന്ന് ഓടിപ്പോയി വിദ്വേഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ പാർക്കുന്ന ഭവനത്തിന്റെ സ്വൈരത പോലെ നിങ്ങളുടെ അയൽപക്കങ്ങളുടെ സ്വൈരത ഉറപ്പാക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചാക്കിയപ്പോൾ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരിക. ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് ഈ വലിയ ശുശ്രൂഷയിൽ പങ്കുകാരാകാം. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇന്ന് മധ്യാഹ്നത്തിൽ മുഴങ്ങിക്കേട്ട മീഖാ പ്രവാചകന്റെ ഒരു പ്രവചനമാണ്. 6-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. മനുഷ്യ, ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് അത് പറയുകയാണ്. നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്?
ന്യായം പ്രവർത്തിക്കുക. കത്തുന്ന മുൾപ്പടർപ്പ് നീതിയുടെ ആവിഷ്കാരമാണ്. ന്യായം നിലനിർത്തേണ്ടതിനായിട്ടുള്ള വലിയ താല്പര്യമാണ്. ഇതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ കർത്താവിൻ്റെ ആർദ്രതയെക്കുറിച്ച്, അവൻ്റെ ദയാവായ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതാണ് ഇവിടെ പറയുന്നത്, ദയാതൽപരരായിരിക്കുക. ഇന്ന് ആർദ്രത നന്ന് വറ്റി വരളുകയാണ്. കരുണയുടെ ആ മുഖങ്ങൾ ഇന്ന് അന്യം നിന്ന് വരികയാണ്. BC കാലയളവിൽ തന്നെ മീഖായിൽ കൂടെ ദൈവം തമ്പുരാൻ പറയുകയാണ്, നീ ദയാതൽപരനായിരിക്കണം, താഴ്മയോടെ ദൈവത്തോടൊപ്പം ജീവിക്കുക, ദൈവത്തോടുകൂടെ നടക്കുക. അതിനല്ലേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ സമയമൊക്കെയും എന്നെ ശ്രവിച്ചതായുള്ള വാത്സല്യമുള്ളവരെ, ഇന്ന് നമുക്ക് ഈ മീഖാ പ്രവാചകൻ ആലോചന അന്തിമമായി തന്നതുപോലെ നമുക്ക് നീതി പ്രവർത്തിക്കുന്നതിന് സംഘം ചേരാം. നമുക്ക് ദയാവായ്പോടുകൂടെ നമ്മുടെ ചുറ്റുപാടുകളെ നോക്കിക്കാണാം. ചെറുതും വലുതുമായ ഒരുപിടി കാര്യങ്ങൾ നമുക്ക് കൂട്ടായി ചെയ്യാൻ കഴിയണം. ദൈവത്തോടുകൂടെ നമുക്ക് നടക്കാം. ഇന്നാൾ ദൈവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു, എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളിയതായുള്ള അരുമനാഥൻ നമ്മോട് പറയുകയാണ്. നമുക്കൊന്നിച്ച് നടക്കാം, ഒന്നിച്ച് ദൈവരാജ്യ കെട്ടുപണിയിൽ മുന്നേറാം. ഈ ദേശത്തിൻ്റെ നിർമ്മിതിയിൽ നമുക്ക് പങ്കുചേരാം. ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരരായിരിക്കുക, ദൈവത്തോടുകൂടെ വിനയത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. യാചന കേട്ടിടും സ്വർഗ്ഗദാതാ